ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ശിവപുരാണത്തിൽ ശനിപ്രദോഷ മഹാത്മ്യത്തെപ്പറ്റി വളരെ വിശദമായി പറയുന്നുണ്ട്. പ്രദോഷ ദിവസം ഈ പ്രദോഷ മഹാത്മ്യം കേട്ട് പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഫലത്തെ പ്രദാനം ചെയ്യും. ഇന്ന് നമുക്ക് ശിവപുരാണത്തിൽ ശനിപ്രദോഷ മഹാത്മ്യത്തെപ്പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. എല്ലാവരും ശ്രദ്ധയോടുകൂടിയും ഭക്തിയോടുകൂടിയും ക്ഷമയോടുകൂടിയും അവസാനം വരെ കേട്ട് മനസ്സിലാക്കി പ്രാർത്ഥിക്കണം. എന്താണ് ശനിപ്രദോഷ മഹാത്മ്യം? പണ്ട് ഉജ്ജയിനി നഗരത്തിൽ ചന്ദ്രസേനൻ എന്ന പേരിൽ ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം മഹാകാലക്ഷേത്രത്തിലെ ശ്രീ പരമേശ്വരനിൽ ശിവപൂജ ചെയ്തുകൊണ്ട് സസുഖം വസിച്ചു വന്നു. ദിഗ്വിജയം നടത്തി കീർത്തി നേടിയ രാജൻ തൻ്റെ കഴിവിനനുസരിച്ച് മഹായാഗങ്ങൾ നടത്തിയും സാധുക്കൾക്ക് ധാരാളം പണം ദാനം ചെയ്തും അങ്ങനെ കൃതാർത്ഥനായി വസിക്കുമ്പോൾ മാണിഭദ്രൻ എന്ന ഒരു ദൈവദൂതൻ അദ്ദേഹത്തിന് ഒരു ചിന്താമണി രത്നം സമ്മാനിക്കുന്നു. ശ്രേഷ്ഠമായ ആ ചിന്താമണി സ്വീകരിച്ചത് മൂലം രാജാവ് കൂടുതൽ സമ്പന്നനായി തീർന്നു. ആ ചിന്താമണി സൂര്യനു തുല്യം പ്രശോഭിക്കുന്നതായിരുന്നു. ആഗ്രഹിക്കുന്നതെന്തും പ്രദാനം ചെയ്യുവാനുള്ള പ്രശോഭിത ശക്തി ആ രത്നത്തിനുണ്ടായിരുന്നു. ആ രത്നത്തിൻ്റെ കാന്തി പതിക്കുന്ന ഏതു കല്ലും സ്വർണമായി തീരും. വൃക്ഷങ്ങൾ കൽപ്പവൃക്ഷങ്ങളാകും. ലോകത്തിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ രത്നവും ധരിച്ചുകൊണ്ട് ചന്ദ്രസേന മഹാരാജാവ് രാജ്യമെങ്ങും സഞ്ചരിച്ചു. ചന്ദ്രസേന മഹാരാജാവിനെക്കുറിച്ചും അദ്ദേഹത്തിനു ലഭിച്ച ചിന്താമണിയെക്കുറിച്ചും അറിയാനിടയായ അയൽ രാജാക്കന്മാർ അതിൽ അസൂയാലുക്കളായി തീർന്നു. എങ്ങനെയെങ്കിലും ആ രത്നം കൈവശപ്പെടുത്തണമെന്ന് അവർ ആഗ്രഹിച്ചു. ചിലർ രാജാവിനെ നേരിട്ട് കണ്ട് ചിന്താമണി ആവശ്യപ്പെട്ടു. മറ്റു ചിലർ താഴ്മയായി അപേക്ഷിച്ചു. വേറെ ചിലർ അത് മോഷ്ടിക്കുവാൻ ശ്രമിച്ചു. ചിലർക്കത് കുറച്ചു ദിവസത്തേക്ക് മാത്രം മതി. കൂടി വന്നാൽ 2 മാസം, അത് കഴിഞ്ഞ് മടക്കിത്തരാം. ഇങ്ങനെ പല രാജാക്കന്മാരും പ്രഭുക്കന്മാരും ആ രത്നത്തിന് വേണ്ടി രാജാവിനോട് അപേക്ഷിച്ചു. എങ്കിലും ചന്ദ്രസേനൻ ആ രത്നം ആർക്കും കൊടുത്തില്ല. അങ്ങനെ രത്നം ചോദിച്ചവർ ലജ്ജിതരായി മടങ്ങിപ്പോയി. എങ്കിലും വിവേകം നശിച്ച അവർ കോപിഷ്ഠരായി തീർന്നു. മറ്റു രാജാക്കന്മാർ മറ്റുള്ളവരെ കൂട്ടുപിടിച്ചുകൊണ്ട് ആക്രമണത്തിനു തന്നെ ഒരുമ്പെട്ടു. നാനാ ദിക്കുകളിൽ നിന്നും ആളുകളും ഭടന്മാരും ചേർന്ന് ഉജ്ജയിനി നഗരം വളഞ്ഞു. അപ്പോൾ ചന്ദ്രസേന മഹാരാജാവ് മഹാകാളനെ പൂജിക്കുവാൻ തുടങ്ങി. കുളിച്ച് ദേഹശുദ്ധി വരുത്തി ശിവനെ ധ്യാനിച്ച് മനഃശുദ്ധി വരുത്തി. ധൂപങ്ങളും ദീപങ്ങളും കൊണ്ട് മഹാദേവനെ പൂജിച്ച് നൈവേദ്യങ്ങൾ അർപ്പിച്ച് ഭഗവാനെ വണങ്ങി. ഹോമങ്ങളും ബലിയും പ്രദക്ഷിണവും ഭക്തിപൂർവം അനുഷ്ഠിച്ചു. അങ്ങനെ പരമശിവനെ പ്രസാദിപ്പിക്കുവാൻ നടത്തിയ പൂജയുടെ അവസാനത്തിൽ ഒരു ഗോപസ്ത്രീ അവിടെ വന്നു. അവർ ആദരപൂർവം രാജാവിനെ കണ്ടു വണങ്ങി. അവളുടെ കയ്യിൽ 5 വയസ്സുള്ള ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു. അവൾ ആ കുട്ടിയുടെ തുടയിൽ തട്ടി ഉത്സാഹിപ്പിച്ച് ഭഗവാന്റെ മുമ്പിൽ കൊണ്ടുചെന്ന് തൊഴുപ്പിച്ചു. അനന്തരം മാറി നിന്ന് ഭക്ത്യാദരപൂർവം രാജാവ് അനുഷ്ഠിക്കുന്ന പൂജാവിധികൾ ദർശിച്ചു. പൂജ അവസാനിച്ചപ്പോൾ അവൾ തൊഴുത് തീർത്ഥവും വാങ്ങി തിരിച്ചുപോയി. വീട്ടിലെത്തി ഗൃഹജോലികളിൽ വ്യാപൃതയായി. പശുവിനെ കറന്ന് പാൽ കൊടുക്കേണ്ട സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുചെന്നു കൊടുത്തു. അങ്ങനെ പാലും തൈരും വിറ്റ് അവൾ വീട്ടാവശ്യത്തിനുള്ള സാധനങ്ങളും വാങ്ങി വീട്ടിലെത്തി ഭക്ഷണം തയ്യാറാക്കി. ഈ സമയം അവളുടെ കൊച്ചുമകൻ കളിയിലേർപ്പെട്ടിരിക്കുകയായിരുന്നു.
അവൻ ശിവക്ഷേത്രത്തിൽ ദർശിച്ച പൂജാവിധാനങ്ങൾ അതേപടി അനുകരിച്ച് കളിക്കുകയായിരുന്നു. അവൻ ആദ്യമായി ഒരു കല്ല് കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചു. പുഷ്പങ്ങൾക്കു പകരം ചെടികളുടെ ഇലകൾ പറിച്ച് പൂജിച്ചു. നൈവേദ്യത്തിനായി മണ്ണു കുഴച്ച് പായസമുണ്ടാക്കി. കല്ലിനെ ജലം കൊണ്ട് അഭിഷേകം നടത്തി ഭസ്മം കുഴച്ചു പൂശി കളിയായിട്ടാണെങ്കിലും ഇലകൾ കൊണ്ട് പുഷ്പാർച്ചന നടത്തി. പിന്നെ നമസ്കരിച്ചു, പ്രദക്ഷിണവും വെച്ചു. ശിവപ്രീതിക്കായി തനിക്കറിയാവുന്ന ഭാഷയിൽ സ്തോത്രങ്ങളും ചൊല്ലി. ഇങ്ങനെ തികച്ചും ശിവപൂജയിൽ ലയിച്ചിരുന്ന മകനെ ആ അമ്മ ഭക്ഷണത്തിന് വിളിച്ചു. മോനെ, ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നാൽ നിന്റെ വിശപ്പ് മാറുമോ? വന്നൂണ് കഴിക്ക്. അമ്മ ഇതാ എല്ലാം വിളമ്പി വെച്ചിരിക്കുന്നു. ഇത് കേട്ടിട്ടും ആ കുട്ടി അനങ്ങിയില്ല. മാതാവ് വീണ്ടും വിളിച്ചു. അമ്മയുടെ പൊന്നുമോന് വിശക്കില്ലേ? വന്നു വല്ലതും കഴിക്കു കുഞ്ഞേ. ആ അമ്മ വാത്സല്യത്തോടെ പിന്നെയും വിളിച്ചു. പക്ഷേ ശിവധ്യാനത്തിൽ മുഴുകിയിരുന്ന കുട്ടി അമ്മയുടെ വിളി കേട്ടില്ല. അവൻ തികച്ചും സമാധിയിലായിപ്പോയി. അമ്മ അടുത്തു വന്ന് വിളിച്ചിട്ടും അവൻ അനങ്ങാതിരിക്കുന്നത് കണ്ട് അതവൻ്റെ കുസൃതിയാണെന്ന് ധരിച്ച് ആ മാതാവ് ഒരു വടിയെടുത്ത് അവനെ അടിച്ചു. എന്നാൽ അടി കൊണ്ടിട്ടും അവൻ അനങ്ങിയില്ല. അമ്മയ്ക്ക് ദേഷ്യം വന്നു. അവൻ ഒരുക്കി വെച്ച കളിക്കോപ്പുകളെല്ലാം എടുത്ത് ദൂരെ എറിഞ്ഞ് അവിടെ ശേഖരിച്ചു വെച്ചിരുന്ന സകലതും അവർ നശിപ്പിച്ചിട്ട് വീടിനുള്ളിലേക്ക് കയറിപ്പോയി. അപ്പോൾ ആ കുട്ടി ശംഭോ മഹാദേവ, സങ്കടം മാറ്റിത്തരണേ എന്ന് കേണപേക്ഷിച്ച് കരഞ്ഞു കരഞ്ഞ് ബോധശൂന്യനായി നിലംപതിച്ചു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം ആ കുഞ്ഞിന് ബോധം വന്നു. ബോധം തെളിഞ്ഞ് കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൻ കണ്ട കാഴ്ച അതിശയിപ്പിക്കുന്നതായിരുന്നു. തൻ്റെ ഗൃഹം സ്വർണ്ണ നിർമ്മിതമായിരിക്കുന്നു. അത് മനോഹരമായി പ്രകാശിക്കുന്നു. അതും 2 നിലയിലുള്ള കെട്ടിടം. ഓരോ തൂണും രത്നം പതിച്ച് മോടി പിടിപ്പിച്ചിരിക്കുന്നു. ആ ഗൃഹത്തിൻ്റെ ഉയർന്ന ഭാഗത്ത് ഉമാകാന്തനായ മഹേശ്വരൻ്റെ വിഗ്രഹം പ്രകാശിക്കുന്നുണ്ടായിരുന്നു. അത്ഭുത പരവശനായ ആ ബാലൻ ഭഗവാനെ ഭക്തിപൂർവം നമസ്കരിച്ചു. പിന്നീട് ഇപ്രകാരം അപേക്ഷിച്ചു. അല്ലയോ ഭഗവാനെ, ശ്രീ പരമേശ്വര, എൻ്റെ അമ്മ ചെയ്ത സമസ്ത അപരാധങ്ങളും അങ്ങ് ക്ഷമിക്കണമേ. എന്നോട് കരുണ തോന്നണമേ. അമ്മ അറിവില്ലാതെ ചെയ്തു പോയ തെറ്റിന് ഞാൻ അവിടുത്തോട് മാപ്പ് ചോദിക്കുന്നു. അമ്മയുടെ പാപമെല്ലാം അവിടുന്ന് ക്ഷമിക്കണമേ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ആ ബാലൻ ഭഗവാനെ നമസ്കരിക്കുന്നു. എന്നിട്ട് പിന്നെയും ആ കുഞ്ഞു ബാലൻ ശിവപൂജയിൽ ഏർപ്പെട്ടു. സന്ധ്യയോടുകൂടി ആ കുട്ടി വീടിനകത്തു കടന്ന് അമ്മയുടെ അടുത്തെത്തി. അപ്പോഴതാ അമ്മ കനകനിർമ്മിതമായ കട്ടിലിൽ സന്തോഷത്തോടുകൂടി കിടക്കുന്നു. അവർ സർവാഭരണ വിഭൂഷിതയായിരിക്കുന്നു. അവർ അപ്പോൾ സുഖമായ നിദ്രയിലായിരുന്നു. കുട്ടി അമ്മയെ വിളിച്ചുണർത്തി. മകൻ്റെ വിളി കേട്ട് ഉണർന്നെഴുന്നേറ്റ മാതാവ് തനിക്കും തൻ്റെ മന്ദിരത്തിനും വന്നിരിക്കുന്ന മാറ്റം കണ്ട് അത്ഭുതപ്പെട്ടു. മകൻ്റെ കരം പിടിച്ച് അവർ മകനെ ആശീർവദിച്ചു. വിവരമറിഞ്ഞ് രാജാവ് അവരുടെ ഗൃഹത്തിലെത്തി. രാജാവിൻ്റെ പുറകെ മന്ത്രിമാരും പൗരമുഖ്യന്മാരും അവിടെ എത്തി. ഒരു വലിയ സംഘം ആ വീടിനുള്ളിൽ നിറഞ്ഞു. എല്ലാം ശിവപൂജയുടെ മഹാത്മ്യം, അതിൻ്റെ ശക്തി പ്രഭാവമറിഞ്ഞ് ജനങ്ങൾ അത്ഭുത പരതന്ത്രരായി തീർന്നു. ചന്ദ്രസേനനെ തോൽപ്പിച്ച് ഭരണം കൈക്കലാക്കാൻ വന്ന രാജാക്കന്മാരും ഈ കഥയറിഞ്ഞു. ഈശ്വര കാരുണ്യത്തിലും മഹാത്മ്യത്തിലും ഭക്തിയിലും അതിശയം കലർന്ന് ദേഷ്യമെല്ലാം ഉപേക്ഷിച്ച് ചന്ദ്രസേനൻ ആരാധന നടത്തുന്ന മഹാകാല ക്ഷേത്രത്തിൽ ചെന്ന് അവർ ഭഗവാനെ വണങ്ങി. പിന്നീട് ഗോപസ്ത്രീയുടെ ഭവനത്തിലും അവർ വന്നു ചേർന്നു. പെട്ടെന്ന് അവിടെ ഒരു ശിവക്ഷേത്രമുണ്ടായി. അതുകണ്ട് അവർ മഹാദേവനെ വണങ്ങി.
അങ്ങനെ ശങ്കര മഹാത്മ്യവും ശക്തിയും അവരെ കീഴടക്കി. ഗോപസ്ത്രീയുടെ പുത്രന് അവർ ധാരാളം രത്നങ്ങളും വേണ്ടുവോളം ധനവും ചതുരംഗ സേനയുമെല്ലാം ദാനം ചെയ്തു. ആനന്ദസാഗരത്തിൽ ആറാടി നിന്ന അവർ ഗോപബാലനോട് ഇപ്രകാരം പറഞ്ഞു: നീ ഈ ലോകത്തിലെ സകല ഗോപന്മാരുടെയും രാജാവായിത്തീരും. ഇങ്ങനെ എല്ലാവരും സന്തുഷ്ടരായി നിൽക്കുമ്പോൾ അവരുടെ മുമ്പിൽ ശ്രീ ഹനുമാൻ പ്രത്യക്ഷപ്പെട്ടു. ഹനുമാനെ കണ്ട് രാജാക്കന്മാർ ഭക്തിപൂർവം അദ്ദേഹത്തെ വണങ്ങി. അല്ലയോ രാജാക്കന്മാരെ, ഞാൻ കേസരിയുടെ പുത്രനും ശ്രീരാമന്റെ ദാസനുമായ ഹനുമാനാണ്. അതോടൊപ്പം ഭഗവാൻ ശിവന്റെ ഭക്തനുമാണ്. മോക്ഷപ്രാപ്തിക്ക് ഏറ്റവും ഉത്തമം ശിവപൂജയാണ്. ഗോപീപുത്രനായ ഈ കുട്ടിയുടെ മഹാവ്രതത്തിൻ്റെ മഹാത്മ്യം നിങ്ങൾ വേണ്ട പോലെ മനസ്സിലാക്കുക. ശനിയാഴ്ചയും പ്രദോഷവും ഒന്നിച്ചു വരുന്ന ദിവസം മഹാദേവനായ ശ്രീ പരമേശ്വരനെ ഭക്തിയോടെ പൂജിക്കുക നിമിത്തം ഈ ഇടയ കുട്ടിക്ക് ദിവ്യമായ ഐശ്വര്യവും വിദ്യയും പ്രഭുത്വവും കൈവന്നു. മനസ്സിൽ കളങ്കമുള്ളവർക്ക് പ്രദോഷം അനുഷ്ഠിക്കുവാൻ വളരെ പ്രയാസമാണ്. മനഃശുദ്ധിയുള്ളവർക്കു മാത്രമേ ശത്രുക്കളെ നിശേഷം നശിപ്പിക്കുന്നതും കീർത്തിവർദ്ധകവുമായ ശനിപ്രദോഷ മഹാവ്രതം അനുഷ്ഠിക്കുവാൻ കഴിയുകയുള്ളൂ. വ്രതങ്ങളിൽ ശ്രേയസ്കരമാണ് ആഹാരം വെടിഞ്ഞുള്ള പ്രദോഷവ്രതം. ഇത് ഭഗവാൻ ശങ്കരൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഈ പ്രദോഷവ്രതം അനുഷ്ഠിക്കുവാൻ കഴിയാത്തവൻ്റെ ജന്മം തികച്ചും നിഷ്ഫലമാണ്. ഇതേക്കുറിച്ചൊന്നും അല്പവും ജ്ഞാനമില്ലാതെ വെറും ലീലാഭാവത്തിലാണെങ്കിലും ഈ വ്രതം അനുഷ്ഠിച്ചതിനാലാണ് ഈ ബാലന് ഇത്രമാത്രം സമ്പൽ സമൃദ്ധി കൈവന്നത്. ഭക്തനായ ഇവന്റെ കുലത്തിലെ 8ാമത്തെ തലമുറയിൽ നന്ദഗോപൻ എന്ന പേരിൽ ഒരുവനുണ്ടാകും. അക്കാലത്ത് അവന്റെ പുത്രനായി ജഗദീശ്വരനായ നാരായണൻ വന്നു പിറക്കും. കംസനെ കൊല്ലുകയും കൗരവരെ നിശേഷം നശിപ്പിക്കുകയും ചെയ്യും ആ ജഗന്നാഥൻ. അങ്ങനെ ഈ ഗോപകുമാരന്റെ വംശം പുഷ്ടി പ്രാപിക്കുവാൻ ജഗദീശ്വരനായ പരമശിവൻ കനിഞ്ഞ് അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ കുട്ടിയുടെ പേര് ശ്രീകരൻ എന്നാണ്. ഇവന്റെ കീർത്തി നാടെങ്ങും വ്യാപിക്കും. ഇത്രയും പറഞ്ഞിട്ട് ഹനുമാൻ അപ്രത്യക്ഷനായി. ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞ് അത്ഭുതത്തോടുകൂടി രാജാക്കന്മാർ അവരവരുടെ നാട്ടിലേക്ക് തിരിച്ചുപോയി. ശ്രീകരൻ മഹാകാളക്ഷേത്രനാഥനായ ശ്രീ പരമേശ്വരനെ സേവിച്ച് സസുഖം കാലം നയിച്ചു. ചന്ദ്രസേനനും ശ്രീകരനും ഒന്നിച്ച് വാമദേവ പൂജ ചെയ്ത് സമ്പൽ സമൃദ്ധിയോടെ ചിദാനന്ദപദം നേടി മുക്തരായി തീർന്നു. ഹരേ കൃഷ്ണ. ഇതാണ് ശിവപുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ശനിപ്രദോഷത്തിൻ്റെ മഹാത്മ്യം. നിങ്ങൾക്കെല്ലാവർക്കും ഇത് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും പ്രദോഷവ്രതം അനുഷ്ഠിക്കുക, നാമം ജപിക്കുക, പ്രാർത്ഥിക്കുക. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കും. ഹരേ കൃഷ്ണ.